ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഒരു യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറേ ആയിട്ട് ഞാൻ വീഡിയോ അതുപോലെ ഷോർട്സ് ഒന്നും ഇടാറില്ല. കാരണം വെക്കേഷനായിട്ട് ടൂറെല്ലാം പോയ ശേഷം കുറച്ച് ബോഡി വീക്സ്, അതായത് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റാതായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെയും ഫുൾ സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് ഞങ്ങൾ കയറുമ്പോൾ തന്നെ താഴെ ഫ്രണ്ടിൽ ഷവർ സോപ്പും അതുപോലെ നൈക്കയുടെ കോസ്മെറ്റിക്സുമാണ് അവർ വിൽക്കാനായി വെച്ചിട്ടുള്ളത്. ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിൽ കയറിയത് ഇലക്ട്രോണിക്സ് സാധനങ്ങൾ അതുപോലെ ഓഫർ എന്തൊക്കെയാണ് ഇട്ടിരിക്കണമെന്ന് നോക്കാൻ ജസ്റ്റ് ഒന്ന് കയറിപ്പോയത്. OTG ഒക്കെ നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ. 50%, 40% ഓഫറിൽ ഇലക്ട്രോണിക്സ് എല്ലാ ഐറ്റംസ് എല്ലാം ഇട്ടിരിക്കുന്നത്. മിക്സർ ഗ്രൈൻഡർ അതുപോലെ എയർ ഫ്രയർ, സ്റ്റൗവ്, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് എല്ലാം നല്ലൊരു ഓഫറാണ് കേട്ടോ. അതായത് എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് ആയിരിക്കും ഉള്ളത്. നമുക്ക് പേടിക്കേണ്ടതില്ല, കേട് വരും. അതുപോലെ ഓഫർ ആയതുകൊണ്ട് എടുക്കാൻ പറ്റുമെന്നുള്ള ഒരു ചിന്ത വേണ്ട. നല്ല ഐറ്റംസാണ് അവർ സെയിൽസ് ആക്കാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. ലുലു ആയതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ടതില്ല. എല്ലാം പ്രീമിയം ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആയിരിക്കും. അതുപോലെ വാഷിംഗ് മെഷീനൊക്കെ 28,900, 7 kg, 6 kg അങ്ങനെ എല്ലാ തരത്തിലുള്ള വാഷിംഗ് മെഷീനും അവിടെ അവൈലബിൾ ആണ്. അതുപോലെ ഡ്രസ്സിൻ്റെ കളക്ഷൻ ആണെങ്കിൽ പറയേണ്ടതില്ല, എല്ലാം 70% ഓഫറാണ് കേട്ടോ. ഇത് ഡ്രസ്സ് തൂക്കിയിടാനുള്ള ഹാങ്ങറാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ്സ് എല്ലാം ഞാൻ ടാഗിൽ കാണിക്കാറുണ്ട്. എല്ലാത്തിനും റേറ്റിൽ അങ്ങനെ പറയാറില്ല, കാരണം ലോങ് വീഡിയോ ആയി പോകും. റെഫ്രിജറേറ്ററൊക്കെ കാണുമ്പോൾ തന്നെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയത് എൻ്റെ മക്കളാണ് കേട്ടോ. അതായത് എൻ്റെ കുഞ്ഞുമ്മാൻ്റെ മോളും എൻ്റെ മോളും കൂടിയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കുകയാണ്. പിന്നെ കുറേയേറെ ബ്രാൻഡ്സുള്ള റൈസ് കുക്കറൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അതായത് നല്ല റേറ്റ് കുറവുണ്ട്. ഓരോ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള റേറ്റാണ് ഇട്ടിരിക്കുന്നത്. പ്രീതി, പ്രീമിയം, അതായത് പ്രസ്റ്റേജ്, പ്രീതിൻ്റെ അതുപോലെ ഇൻഡെക്സിൻ്റെ ഒക്കെ ഉണ്ട്. ജോലിക്ക് പോകുന്നവർക്കാണെങ്കിൽ റൈസ് കുക്കർ നല്ല ഒരു യൂസ്ഫുള്ളാണ് കേട്ടോ. ഇത് സൺഫ്ലെയിമിൻ്റെ 3 ബർണറുള്ള സ്റ്റൗവാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഗ്ലാസിൻ്റെയാണ് കേട്ടോ വരുന്നത് മോഡൽ. അതുപോലെ ബട്ടർഫ്ലൈൻ്റെ ഉണ്ട്. ബട്ടർഫ്ലൈൻ്റെ കുറേയധികം കളക്ഷൻസും കൂടി ഉണ്ട്. 2 ബർണർ അതുപോലെ 3 ബർണറുള്ളതും 4 ബർണറുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. റേറ്റും നല്ല കുറവുണ്ട് കേട്ടോ. അപ്പോഴേക്കും മക്കൾക്കൊക്കെ വിശക്കാൻ തുടങ്ങി. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവൽ മിൽക്കിൽ നമ്മൾ ഒതുക്കി, കാരണം നൈറ്റ് ഡിന്നറും കൂടി കഴിക്കാനുള്ളതാണ്. ഇപ്പോഴേ സമയം 7 മണിയായി. അപ്പം ഞാനൊരു ചായയും ചെറിയൊരു പഴംപൊരിയിലും ഒതുക്കി കേട്ടോ, കാരണം എനിക്ക് അവൽ മിൽക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഇറങ്ങി കേട്ടോ. അവിടെ നല്ല റേറ്റ് കുറവുണ്ട്. എന്നാലും കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഇയർ എൻഡിങ് ഓഫർ അതുപോലെ 50% ഓഫറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനേക്കാളും 100 രൂപ 150 രൂപ കുറവായിരുന്നു കേട്ടോ എനിക്ക് തോന്നിയത്. കാരണം ഞാൻ കഴിഞ്ഞ വർഷം കുറേ ഇപ്പോൾ എടുത്തതിനേക്കാളും കൂടുതൽ സാധനങ്ങൾ ഞാൻ കഴിഞ്ഞ വർഷം എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാത്തിൻ്റെ റേറ്റിൻ്റെ ബില്ല് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതും ഇതും കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം 100ഉം 120ഉം അങ്ങനെ റേറ്റ് കൂടിയിട്ടുണ്ട്. എന്താണെന്നറിയില്ല, കാരണം ഇപ്പം എല്ലാ സാധനങ്ങൾക്കും വില കൂടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കാം. എന്നാലും നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾക്ക് നമുക്ക് മേടിക്കാൻ പറ്റും. പുറത്ത് നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും അത്യാവശ്യം വില കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെയാണ് പർച്ചേസ് ചെയ്തത് കേട്ടോ. അതെല്ലാം ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇത് ജസ്റ്റ് ഒന്ന് വീഡിയോ ആയിട്ട് എടുത്ത് ഓട്ടിച്ച് പോകാൻ കേട്ടോ. എല്ലാവരുടെയും റേറ്റ് ഞാൻ ഈ ടാഗിൽ കാണിക്കുന്നത് തന്നെയാണ്, അതിലൊരു കുറവില്ല. പിന്നെ പെട്ടെന്ന് വീഡിയോ എടുക്കാൻ കാരണം ബില്ലിംഗ് സെക്ഷനിൽ നല്ല തിരക്കാണ്. അതുപോലെ നമുക്ക് സാധനങ്ങൾ ഓരോ ഭാഗത്ത് പോയി എടുക്കുമ്പോഴും തിരക്ക് കാരണം ട്രോളിയും കൊണ്ടുപോകാൻ ആകുന്നില്ല. അപ്പോൾ കുട്ടികളെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചിട്ട് ഞാൻ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അവരാണ് കേട്ടോ ഈ വീഡിയോസ് എല്ലാം മുഴുവനാക്കി തന്നത്. ഇപ്പോൾ ഗീനൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ, കാരണം പാലിൻ്റെ വിലക്കനുസരിച്ച് റേറ്റ് കൂടുന്ന വിചാരിച്ചത്. അപ്പോൾ അതിനുള്ള വില കൂടിയിട്ടില്ല. എല്ലാം നല്ല പഴയ റേറ്റിനാണ് ഇട്ടിരിക്കുന്നത്. ഇതിപ്പോൾ പുതിയതൊരു ബ്രാൻഡാണ് വന്നിരിക്കുന്നത്, കൗ ഗീ വന്നിട്ട്. അത് അത്യാവശ്യം വില കുറവുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും വാങ്ങിക്കുന്നത് വിമ്മിൻ്റെ അല്ലെങ്കിൽ എക്സോൻ്റെ ആയിരിക്കും. ഇപ്രാവശ്യം ഞാനത് മാറ്റി പിടിച്ചു കേട്ടോ. ഇപ്പോൾ ഞാൻ ജിഫിൻ്റെയാണ് എടുത്തത്, പാത്രം കഴുകാനുള്ള ലിക്വിഡ്. ഇതൊക്കെ പിന്നെ കുട്ടികൾക്കുള്ള ടോയ്സും കാര്യങ്ങളൊക്കെയാണ്. കഴിഞ്ഞ വർഷം ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം നല്ലവണ്ണം കുട്ടികൾക്ക് പറ്റിയ ഐറ്റംസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ.
അതുപോലെ അമേരിക്കൻ ട്രോളികളൊക്കെ നല്ല അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. കാരണം ഞാൻ പുറത്തുനിന്നൊരു ട്രോളി വാങ്ങിച്ചു, ഒരു 3000 സംതിങ് അങ്ങനെ എങ്ങാണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ചെറിയ ട്രോളിക്കായിരുന്നു. ഇത് 3 ഒരുപോലെ, അതായത് 1/2 ആണ് കേട്ടോ. 1+2 3 കൂടെ 5000 സംതിങ് ഉള്ളൂ. അതും ക്യാമലിൻ്റെ ആണ് കേട്ടോ. അമേരിക്കൻ ട്രോളി നല്ല ക്വാളിറ്റിയും അത്യാവശ്യം നല്ല ഹൈറ്റും വിത്തും ഉണ്ടായിരുന്നു കേട്ടോ. 3 1/2 ആയതുകൊണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും പുറത്ത് ചെറിയ ടൂർ പോകുമ്പോൾ ചെറുത് ഉപയോഗിക്കാം, കുറച്ച് വലിയ ലോങ് ട്രിപ്പൊക്കെ ആണെങ്കിൽ വലുതെടുക്കാം. കാരണം പുറത്ത് വിദേശത്ത് പോകുന്നവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ ട്രോളി. പിന്നെ ഇത് ഓട്ടോമാൻ സ്റ്റൂളാണ് കേട്ടോ. അത് ഓൺലൈനിലും നമുക്ക് വാങ്ങിക്കാൻ പറ്റും, ഇതേ റേറ്റ് തന്നെയാണ്. ഇത് ഫോൾഡിങ് ടേബിൾ, അത് അത്യാവശ്യം റേറ്റ് കുറവുണ്ട്. അതുപോലെ ബ്ലാങ്കറ്റ്സൊക്കെ നല്ല റേറ്റ് കുറവുണ്ട്. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ബ്ലാങ്കറ്റ്സൊക്കെ നമുക്ക് വാങ്ങിക്കുമ്പോൾ ഇത്രയും റേറ്റ് കുറവുള്ളത് ഇങ്ങനെ ലുലു ഓഫർ ഇടുമ്പോൾ കിട്ടുള്ളൂ. ഓൺലൈനിൽ കിട്ടാറുണ്ട്, പക്ഷേ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അത് അത്രയ്ക്ക് സോഫ്റ്റ് ഇല്ല കേട്ടോ. അതുപോലെ ഐസ്ക്രീം സെക്ഷനിൽ പെർ kg 100 രൂപയാണ് കേട്ടോ മിൽമാൻ്റെ ഐസ്ക്രീം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓരോന്നും ഓരോ റേറ്റാണ്. 99 രൂപ, 100 രൂപ, 110 അങ്ങനെ. ബില്ലിംഗ് സെക്ഷനിലും വന്നു. അവിടെ നല്ലോണം തിരക്കുണ്ടായിരുന്നു. സമയം 10 മണി ആയിട്ടുണ്ട് കേട്ടോ. നല്ലോണം വിശക്കാൻ തുടങ്ങി എല്ലാവർക്കും. അപ്പോൾ പർച്ചേസിങ്ങെല്ലാം കഴിഞ്ഞ് ബില്ലിംഗ് ആയ ശേഷം നമ്മൾ മുകളിലേക്ക് വീണ്ടും പോയി. പിസയും KFC മാത്രമേ കഴിച്ചുള്ളൂ. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല, എല്ലാം കൂടി ലെങ്തിയായി പോകും വന്നിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ പുറത്തേക്ക് വന്നു കേട്ടോ. പുറത്ത് വന്ന ശേഷം നല്ലൊരു ആശ്വാസം കിട്ടിയത്. കാരണം തിരക്കിനിടയിൽപ്പെട്ട് എങ്ങനെയെങ്കിലും പുറത്ത് വരാൻ നോക്കിയതായിരുന്നു. പിന്നെ പർച്ചേസിങ് ഉള്ളതുകൊണ്ട് അങ്ങനെ ആ തിരക്കിൽ തന്നെ എല്ലാം കുറച്ച് സാധനങ്ങൾ കവർ ചെയ്യാൻ പറ്റുള്ളൂ, കൂടുതലൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ലുലുവിൻ്റെ പർച്ചേസിങ് കഴിഞ്ഞ ശേഷം വീട്ടിലേക്ക് വന്നു കേട്ടോ. ഇതിപ്പോൾ വീട്ടിലേക്ക് വന്ന ശേഷമുള്ള വീഡിയോ ആണ്. എടുത്തത് എന്തെല്ലാം വേണമെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ടൊമാറ്റോ കെച്ചപ്പ് ജസ്റ്റ് 70 രൂപേൻ്റെ ഉണ്ടായിരുന്നു. അതുപോലെ 110 രൂപേൻ്റെ. ഡാർക്ക് ഫാൻസി അത്യാവശ്യം റേറ്റ് കുറവുണ്ട്. ഇത് പനീർ, മിൽമയുടെ പനീറാണ് കേട്ടോ. അതും നല്ല റേറ്റ് കുറവുണ്ട്. ഇത് ജിഫി 200 സംതിങ് എന്തോ ആണ് 2 ലിറ്റർ. അത് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ റേറ്റ്. ഇത് യോഗട്ട് ഞാൻ ഇടയ്ക്ക് വാങ്ങിക്കാറുണ്ട് കേട്ടോ. ലുലു ആ ഭാഗത്തേക്ക് പോകുമ്പോൾ വാങ്ങിക്കാറുണ്ട്. ഇപ്പോൾ കാണിച്ച ആ സ്പൂൺ മൊത്തം 100 രൂപയുള്ളൂ കേട്ടോ. ഇത് കോൺഫ്ലാക്സ്, ഇതും അത്യാവശ്യം റേറ്റ് കുറവുണ്ട്. അതുപോലെ ഇപ്പി നൂഡിൽസ് 1.5 kgക്ക് 125 രൂപ എങ്ങാനുമാണ്. ക്വിക്കർ ഓട്സ് അതുപോലെ 289 എന്തോ ആണ് കേട്ടോ. ഞാൻ എപ്പോഴും ഡിസൈൻ ഓട്സ് വാങ്ങിക്കാറുള്ളത്, ഇപ്പോൾ അത് മാറ്റി പിടിച്ചാണ്. അതുപോലെ PS സോപ്പ് ഞാൻ 10 കൊല്ലത്തിൻ്റെ മേലെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ വേറെ സോപ്പ് ഉപയോഗിക്കാറില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് സ്കിൻ അലർജി ഇല്ല. ഇപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഗ്ലിസറിൻ സോപ്പ് സന്തൂറിൻ്റെ മേടിച്ചിട്ടുള്ളത്. അതുപോലെ ഇത് വലിയ സ്പൂൺസാണ് കേട്ടോ. നല്ല ചെറിയ പാനിലൊക്കെ ഫ്രൈ പാനിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പൂൺസാണ്. റേറ്റും 100 രൂപയുള്ളൂ. ഇത് പിന്നെ 80 രൂപ 70 രൂപ എങ്ങാനുമാണ്. അതുപോലെ AVT പ്രീമിയം ടീ പൗഡർ വന്നിട്ട് പുറത്ത് വാങ്ങിക്കാൻ വെച്ചാൽ നല്ല റേറ്റ് ഉണ്ട്. ഇവിടെ നല്ല റേറ്റ് കുറവായിട്ട് തോന്നി. പിന്നെ അതുപോലെ പാസ്ത അമൂലിൻ്റെ ചീസ് സോസ് കൊണ്ട് ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കുകയാണ്. ഞാൻ എപ്പോഴും ചീസിൻ്റെ സ്ലൈഡാണ് വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ മസാല ചീസ് അങ്ങനെയൊക്കെയാണ് വാങ്ങിക്കാറുള്ളത്. ഇത് ചിക്കൻ നഗറ്റ്സ് കേട്ടോ. അത് 400 ഗ്രാമിന് 180 സംതിങ് എന്തോ ആണ്. ഞാനത് ഫസ്റ്റ് ടൈം വാങ്ങിക്കുന്നത്. അതുപോലെ പിന്നെ കുറേ ഗ്രോസറി ഐറ്റംസ് അത്യാവശ്യം മാത്രമേ എടുത്തിട്ടുള്ളൂ, കുറേ എടുത്തിട്ടില്ല. ഈ കാണുന്നത് കോൺ പൊട്ടുപൊടിയാണ് കേട്ടോ. അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നല്ല റേറ്റ് കുറവുണ്ട്, 47 രൂപയുള്ളൂ. ഇത് സ്വീറ്റ് കോണാണ് കേട്ടോ. 1/2 കിലോ 60 രൂപ എന്തോ ഉള്ളൂ. അതുപോലെ റസ്ക്, പിന്നെ യൂണിബിക് ബിസ്ക്കറ്റ് എല്ലാം നല്ല റേറ്റ് കുറവുണ്ട്. ഇത് പിന്നെ യാർഡ്ലിൻ്റെ ഹാൻഡ് വാഷ് കഴിഞ്ഞ വർഷം ഞാൻ ലാവൻഡർ വാങ്ങിച്ചത്. അത് അത്യാവശ്യം 1.5 ലിറ്ററിൻ്റെ മേലെ 100 സംതിങ് ആയിരുന്നു. ഇപ്പോൾ 650 മില്ലിയാണ് ഒരു പാക്കറ്റിൽ. അങ്ങനെ 1300 ml വെച്ചിട്ട് 200 സംതിങ്ങിൽ കുറച്ച് റേറ്റ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വി വാഷും അത്യാവശ്യം റേറ്റ് കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വാങ്ങിക്കുമ്പോൾ 232 എങ്ങാനുമായിരുന്നു 5 ലിറ്ററിന്. ഇപ്പോൾ അത് 347 രൂപ ആക്കിയിട്ടുണ്ട്. ഷുഗർ പിന്നെ പുറത്ത് വാങ്ങിച്ച അതേ റേറ്റിനെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ 5 കിലോൻ്റെ. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്, കാരണം അധികം വെള്ള കളറായിരുന്നു. ഇതിപ്പോൾ ഞാൻ റെഡ് നോക്കി എടുത്താണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു.
അപ്പോൾ എല്ലാ വർഷവും ലുലു, അതായത് പാലക്കാട് ലുലുവാണ്. ലുലു വന്ന ശേഷം എപ്പോഴാണ് ഓഫർ ഇടുന്നത് ആ സമയത്തൊക്കെ ഞാൻ പോയി പർച്ചേസ് ചെയ്യാറുണ്ട്. കാരണം നല്ല ക്വാളിറ്റിയിലുള്ള പ്രീമിയം പ്രൊഡക്റ്റ് ആണല്ലോ അവിടെ ഉള്ളത്. അപ്പോൾ ഓഫർ ഇടുന്ന സമയത്ത് മസ്റ്റായിട്ട് ഞാൻ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്ന് കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അതുപോലെ ഞാൻ ക്യാമലിൻ്റെ ട്രോളി വാങ്ങിച്ചത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.